ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 8. എന്തായിരുന്നു അവളുടെ പ്രതികരണം? ആകാംക്ഷയോടെ ദേവു ചോദിച്ചതും വിഷാദച്ചുവയുള്ള ഒരു ചിരി അവൾക്ക് സമ്മാനിച്ച് മേരി പറഞ്ഞു തുടങ്ങി. അന്നുവരെ ഞങ്ങൾ കണ്ടിരുന്ന ദിയയായിരുന്നില്ല അവൾ പിന്നീട് അങ്ങോട്ട്. അവൻ സ്വന്തമായി ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. എന്നും എന്തെങ്കിലും കാരണങ്ങളുണ്ടാക്കി അവനോട് തല്ലുകൂടുന്നതും ചോദിക്കാൻ ചെന്നാൽ ഞങ്ങളെ വാക്കുകൾ കൊണ്ട് കുത്തി നോവിക്കുന്നതും അവൾ സ്ഥിരം പരിപാടിയാക്കി. അവൾക്ക് വേണ്ടത് കൃത്യശമ്പളം മേടിക്കുന്ന ഒരു ഭർത്താവിനല്ലെന്ന്. അവളുടെ വീട്ടുകാർക്ക് അസൂയ തോന്നും വിധം വലിയൊരു പൊസിഷനിൽ അവൻ എത്തണമെന്ന് ഇച്ചായൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. അത്യാവശ്യം പേരുകെട്ട ബിസിനസ് ഫേം തന്നെയായിരുന്നു ഇച്ചായൻ്റേത്. അതിന് അവകാശി ദേവി മാത്രമാണല്ലോ. പിന്നെ വേറെ ബിസിനസിന്റെ ആവശ്യമില്ലല്ലോ. പക്ഷേ അതൊന്നും ചെവികൊള്ളാൻ അവൾ തയ്യാറായിരുന്നില്ല. വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു. എന്റെ കണ്ണുനീര് കണ്ട് സഹിക്കവയ്യാതെ വീട്ടിലെ സമാധാനത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹം തിരിച്ച് അവൻ ബിസിനസ് തുടങ്ങി. അതോടുകൂടി അവൾ വീണ്ടും പഴയ പോലെയായി. അവൻ ബിസിനസ്സിൽ പുതിയതായതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് ഗ്യാരണ്ടി നിന്നത് ഇച്ചായനായിരുന്നു. ഇച്ചായൻ തന്നെയായിരുന്നു മറ്റുള്ളവർക്ക് മുന്നിൽ അവൻ തുടങ്ങിയ സ്ഥാപനത്തിന്റെ MD. അത് അവന്റെ ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ടോ അവൾ അതിനൊന്നും എതിർപ്പ് പറഞ്ഞില്ല. ബിസിനസ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും അവന് യാതൊരുവിധ താല്പര്യവുമില്ലായിരുന്നു. തന്റെ സ്വപ്നമായിരുന്ന ജോലി സ്വന്തമാക്കാൻ സാധിക്കാനതിൽ അവൻ ഒരുപാട് വിഷമിച്ചു. അവന്റെ വളർച്ച കൂടുന്തോറും അവൾ കൂടുതൽ സൗമ്യമായി ഞങ്ങളോട് സ്നേഹത്തിൽ പെരുമാറി തുടങ്ങി. പക്ഷേ ഞങ്ങൾക്ക് ഡേവിഡിനും അവളെ ആദ്യത്തെ പോലെ കാണുവാൻ ബുദ്ധിമുട്ടായിരുന്നു. എന്തോ അവളുടെ സ്വഭാവം ഞങ്ങൾ ആരും ആദ്യം കണ്ടതും അറിഞ്ഞതും ഒന്നുമല്ല എന്നൊരു തോന്നൽ മനസ്സിൽ കടന്നുകൂടി. അവളോടുള്ള ഞങ്ങളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്കും അത് മനസ്സിലായി കാണണം. അവൾ കരഞ്ഞും കാലു പിടിച്ചും ഞങ്ങളോടൊക്കെ പല വിധേന ക്ഷമ ചോദിച്ചു. നാളുകൾ കഴിയവേ ഞങ്ങൾ അവളെ തെറ്റുമറന്ന് അവളെ സ്നേഹിച്ചു തുടങ്ങി. കാരണം ദേവി ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ്. എന്തൊക്കെ ചെയ്താലും ദിയ അവന്റെ ഭാര്യയും. അവന്റെ സന്തോഷമുള്ള ജീവിതത്തിനു വേണ്ടി എല്ലാം ഞങ്ങൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞു. വീണ്ടും സന്തോഷങ്ങൾ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വന്നു. എന്നാൽ ആ സന്തോഷത്തിനും അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് വരുന്ന തലകർക്കവും മൂക്കിൽ നിന്ന് ചോരവരും ക്ഷീണിച്ചു വരുന്ന ശരീരവും എന്നെ രോഗിയാക്കി മാറ്റി. ഒരുപാട് ഡോക്ടർമാരെ കണ്ടെങ്കിലും രോഗം എന്തെന്ന് മാത്രം കണ്ടെത്താൻ സാധിച്ചില്ല. ശരീരം കൊണ്ട് ഞാനും മനസ്സുകൊണ്ട് ഇച്ചായനും ഡേവിഡും തളർന്നപ്പോൾ ഞങ്ങൾക്ക് താങ്ങായി ദിയ നിന്നു. ഇച്ചായന്റെ ബിസിനസ് മുഴുവൻ അവൾ ഏറ്റെടുത്ത് നോക്കി നടത്തി. ഒപ്പം ഡേവിഡിനെ സപ്പോർട്ടും ചെയ്തു. അവളുടെ ഒരു ഫ്രണ്ട് US ഡോക്ടറാണെന്ന് പറഞ്ഞ് എന്നെ കാണിക്കുവാനായി ഇച്ചായനും ഞാനും അങ്ങോട്ട് പോയി. ഒരുപാട് ടെസ്റ്റുകൾക്ക് ശേഷം വളരെ അപകടകാരിയായ ഒരു തരം മയക്കുമരുന്ന് എന്റെ തലച്ചോറിനെ തളർത്തിക്കൊണ്ടിരിക്കുന്നു എന്നതായിരുന്നു അവരുടെ കണ്ടുപിടുത്തം. എങ്ങനെ അത്തരത്തിൽ ഒരു ലഹരി എന്റെ ഉള്ളിൽ കടന്നുകൂടിയെന്ന് എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതും ഇവിടുത്തെ കാര്യങ്ങൾ ദിയെ ഏൽപ്പിച്ച് ഡേവിഡ് അങ്ങോട്ട് വന്നു. ഓപ്പറേഷനിടയ്ക്ക് എനിക്ക് കുറച്ച് സീരിയസ് ആയി. അത് കേട്ടതും ഇച്ചായൻ തളർന്നു വീണു. എനിക്കൊപ്പം അദ്ദേഹത്തെയും അവിടെ അഡ്മിറ്റ് ചെയ്തു. എല്ലാം കൊണ്ടും ഡേവിഡ് ആകെ തളർന്നു. അതിനിടയിലാണ് അവനെ മുഴുവനായി തകർത്തുകൊണ്ട് ആ വാർത്ത ദിയ വിളിച്ചു പറയുന്നത്. അവന്റെ കമ്പനി ഏറ്റെടുത്ത് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരുന്ന ഫ്ളാറ്റ് തകർന്ന് 2 പേര് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിലാണെന്നായിരുന്നു അത്. മരണത്തെ നേരിൽ കണ്ടു കിടക്കുന്ന അമ്മച്ചി, തളർന്നു കിടക്കുന്ന അപ്പച്ചൻ, ബിസിനസ് നേരിട്ട വലിയ വീഴ്ച, എല്ലാം കൊണ്ടും എന്ത് ചെയ്യണം എന്നറിയാതെ തകർന്നുപോയി എന്റെ മോൻ. കിച്ചുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ സ്ഥലത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് വിവരങ്ങൾ നേരിൽ ചെന്ന് അന്വേഷിച്ച് ദിയയ്ക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്നും ഏറ്റു. എന്നാൽ അടുത്ത ദിവസം അവൻ കേട്ടത് കിച്ചു ICUവിലാണെന്ന അവന്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞ കാര്യമായിരുന്നു. ആകെ ഒരു മരവിപ്പിൽ ഇരിക്കുമ്പോഴാണ് ദിയ വിളിച്ച് ഡേവിഡിനെതിരെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നത്. അവളുടെ വാക്കുകളെ സത്യമാക്കും വിധം അവന്റെ വിശ്വസ്തരായ 2 മാനേജേഴ്സും കമ്പനിയിൽ നിന്നും
ഇതേ കാര്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഇനി എന്ത് എന്നൊരു ചോദ്യത്തിൽ അവന്റെ മനസ്സ് കുടുങ്ങി. കൂടുതൽ അന്വേഷണത്തിന് പറ്റിയ ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവൻ. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന് അവൻ ഒരു പിടുത്തവുമില്ലായിരുന്നു. അതിനും പരിഹാരം അവൾ തന്നെ കണ്ടെത്തി. ഡേവിഡിന് തൽക്കാലം ഇവിടെ നിന്നും മാറി നിൽക്കുക സാധ്യമല്ലാത്തതിനാൽ അവന്റെ കമ്പനി അവളുടെ പേരിലേക്ക് രജിസ്റ്റർ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നതായിരുന്നു അത്. അങ്ങനെ ചെയ്താൽ അവന് പകരം അറസ്റ്റ് അവൾക്ക് നേരെയാകും എന്നവൾ പറഞ്ഞു. അവളുടെ അഭിപ്രായം അംഗീകരിക്കുവാൻ അവൻ തയ്യാറായിരുന്നില്ല. ഒന്നിനു വേണ്ടിയും അവളെ കോടതിയും കേസുമായി നടക്കുന്നത് കാണുവാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ അച്ഛനും അമ്മയ്ക്കും ഇപ്പോൾ താങ്ങായി നിൽക്കാൻ മറ്റാരുമില്ല എന്നും ഡേവിഡിനെ അറസ്റ്റ് ചെയ്താൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവൾ പ്രാപ്തയല്ല എന്നും അവന് പകരം അവൾ കുറ്റം ഏറ്റെടുത്താലും രക്ഷിക്കുവാൻ അവൻ ഉണ്ടാവുമെന്ന വിശ്വാസം അവൾക്കുണ്ടെന്നും അവൾ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടും അവന്റെ ഗതികേട് കൊണ്ടും അവൾ പറഞ്ഞത് അവൻ അനുസരിച്ചു. ഒപ്പം അതുവരെ അവളോട് തോന്നിയ ചെറിയ അകൽച്ച പോലും അവനിൽ നിന്നും മാഞ്ഞുപോയി. അവനും ഞങ്ങൾക്കും വേണ്ടി ജയിലിൽ പോലും പോകാൻ തയ്യാറായവളോട് വല്ലാത്തൊരു ബഹുമാനവും, ഒപ്പം താലി കെട്ടി കൂടെ കൂട്ടിയവളെ ഇങ്ങനെ ഒരു വിഷമഘട്ടത്തിലേക്ക് തള്ളിവിടേണ്ടി വന്നതിൽ സങ്കടവും. അവൾ തന്നെ വക്കീലായിട്ടുള്ള ഒരു ഫ്രണ്ട് എല്ലാ പേപ്പറുകളും ശരിയാക്കി അവിടെ വന്ന് അവന്റെ ഒപ്പ് വാങ്ങി. അങ്ങനെ അവന്റെ കഷ്ടപ്പാടിന്റെ ഫലമായി വളർന്നു വന്ന DJ കൺസ്ട്രക്ഷൻസിന്റെ മുതലാളി ദിയ വിഷ്ണുവർദ്ധനായി. എന്നാൽ ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവൾ അവനിൽ നിന്നും അകന്നു തുടങ്ങി. അവൾക്കെതിരെ നിയമ നടപടികൾ എന്തെങ്കിലും ഉണ്ടായോ, അവൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നറിയാൻ സാധിക്കാതെ അവൻ ഒരുപാട് വിഷമിച്ചു. അവളുടെ നമ്പർ നിലവിലില്ല എന്ന മെസ്സേജും അവളെപ്പറ്റി ഒന്നും അറിയാൻ സാധിക്കാത്തതും അവനെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചു. കമ്പനിയിലേക്ക് പല തവണ വിളിച്ചെങ്കിലും ആർക്കും അവളെപ്പറ്റി ഒരു വിവരവുമില്ലായിരുന്നു. എന്നാൽ അവിടെ നിന്നും സാധാ ഒരു സ്റ്റാഫിൽ നിന്നും ആ ഞെട്ടിക്കുന്ന സത്യം അവൻ മനസ്സിലാക്കി. എന്തായിരുന്നു അത് ചോദിക്കുമ്പോൾ ദേവുവിന്റെ ശബ്ദം ഇടറിയിരുന്നു. അവൾ ചതിക്കായിരുന്നു മോളെ. അവളും ആ മാനേജേഴ്സും പറഞ്ഞ പോലെ ഒരു പ്രശ്നവും ആ കെട്ടിടത്തിന് സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അവിടെയുള്ള ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. അവളും അവന് വിശ്വസ്തരായിരുന്നവരും എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു നുണ പറഞ്ഞു എന്നത് അവന് മനസ്സിലായില്ല. എന്നിട്ടും അവളെ അവിശ്വസിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഇച്ചായനൊന്ന് ഓക്കെ ആയതും കാര്യങ്ങളെല്ലാം അവൻ അദ്ദേഹത്തോട് പറഞ്ഞു. സത്യാവസ്ഥ അറിയുവാനായി അദ്ദേഹം അപ്പോൾ തന്നെ അവൻ അവിടെ നിന്നും പറഞ്ഞു വിട്ടു. എന്നാൽ നാട്ടിൽ വന്ന് അവളെ കണ്ട ദിവസം എന്റെ കുട്ടിയുടെ തകർച്ച പൂർണ്ണമായി. ദിയെ കണ്ട ദിവസം എന്താ ഉണ്ടായേ? അമ്മച്ചി, ദേവു ചോദിച്ചതും ദേവിന്റെ അലർച്ച കേട്ടതും മേരിയും ദേവും ഞെട്ടിത്തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അടുക്കള വാതിൽ ദേഷ്യത്തോടെ നിൽക്കുന്ന ഡേവിഡിനെ. അമ്മച്ചിക്ക് എന്നാത്തിന്റെ കേടാ നമ്മളെ കുടുംബകാര്യങ്ങളൊക്കെ ഈ പണിക്ക് നിൽക്കുന്നവളോട് പറയാൻ? അത് പറയുമ്പോൾ അവന്റെ മുഖത്ത് വല്ലാത്തൊരു ദേഷ്യമുണ്ടായിരുന്നു. അപ്പായിക്കും അമ്മച്ചിക്കും എത്ര വേണ്ടപ്പെട്ടവളാണെന്ന് പറഞ്ഞാലും തന്റെ ജീവിതം അവൾക്ക് മുന്നിൽ അമ്മച്ചി തുറന്നു കാണിക്കുന്നത് അവന് സഹിക്കാൻ സാധിച്ചില്ല. ഒപ്പം അവളെപ്പറ്റി അന്വേഷിച്ചിട്ടും ഇത്രയും ദിവസമായി ഒരു വിവരവും കിട്ടാത്തതും അവൾ ശത്രു ആണെങ്കിൽ ഈ വിവരങ്ങൾ തങ്ങൾക്കെതിരെയുള്ള ആയുധമായി അവൾ ഉപയോഗിക്കും എന്ന ഭയവും അവനെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചിരുന്നു. മേരിക്ക് മനസ്സിലായില്ലെങ്കിലും അവന്റെ ചിന്തകൾ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ ദേവുവിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ മൗനം പാലിച്ചു. ദേവി, എന്തിനാണ് നീ ഇങ്ങനെ ഒച്ച വെക്കുന്നേ? ഞാൻ ദേവുമോളോടല്ലേ പറഞ്ഞുള്ളൂ. അതിനെന്താ? ഇവൾ എനിക്ക് എന്റെ മോളെപ്പോലെ അല്ല, മകൾ തന്നെയാണ്. അത് അമ്മച്ചിക്ക്. എനിക്കിവൾ ഇവിടെ പണിക്ക് വരുന്നവൾ മാത്രമാണ്. അങ്ങനെ ഒരാൾ എന്നെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അറിയുന്നതിൽ എനിക്കൊരു താല്പര്യവുമില്ല. അത്രയും മേരിയോട് പറഞ്ഞ് തിരിഞ്ഞു നടന്നവൻ വാതിൽക്കലെത്തി ഒന്ന് നിന്നു. പിന്നെ തിരിച്ച് ദേവുവിന്റെ അടുത്തേക്ക് വന്ന് അവൾക്ക് മുന്നിൽ കൈകെട്ടി നിന്നു. അമ്മച്ചിക്ക് നീ മോളായിരിക്കാം, പക്ഷേ നിനക്ക് സ്വയം ബോധമുണ്ടാവണം. നീ ആരാണെന്നും എന്താണെന്നും. അർഹതയില്ലാത്ത സ്ഥാനങ്ങളും സാധനങ്ങളും സ്വന്തമാക്കാൻ ശ്രമിക്കാതെ ഇരിക്കുന്നതാവും നിനക്ക് നല്ലത്.
ഡേവിഡിന്റെ വാക്കുകൾ ദേവുവിനെ വല്ലാതെ കുത്തിനോയിച്ചു. എങ്കിലും തിരിച്ചൊന്നും അവൾ മേരി നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞില്ല. ദേവി, നിർത്തുന്നുണ്ടോ നീ? ഇനിയും എന്തെങ്കിലും പറഞ്ഞ് ദേവു മോളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ തന്നോളം വളർന്ന മകനെ തല്ലാനും ഈ അമ്മച്ചി മടിക്കില്ല. എനിക്കിവളെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യുകയോ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുന്നതിൽ നീ ഇടപെടേണ്ട. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ മേരി പുറത്തേക്ക് പോയി. മേരി ചീത്ത പറഞ്ഞതും കൂടിയായപ്പോൾ ഡേവിഡിന് ദേഷ്യം സഹിക്കവയ്യാതെ ദേവുവിന്റെ കൈ പിടിച്ച് ശക്തമായി തിരിച്ചു. എന്നാൽ അത്രയും ശക്തിയിൽ തിരിച്ചിട്ട് പോലും കൈ വിടുവാൻ പറഞ്ഞ് അവൾ കരയുകയോ എന്തിന് വേദന കൊണ്ട് കണ്ണൊന്ന് നിറയുന്നത് പോലും ചെയ്യാത്തത് അവനിൽ അത്ഭുതം നിറച്ചു. അവളുടെ കയ്യിൽ കിടന്നിരുന്ന കുപ്പിയോള പൊട്ടി സ്വന്തം കൈ വേദന എടുത്തു തുടങ്ങിയപ്പോൾ അവളിലെ പിടി അവൻ അയച്ചു. സ്വന്തം ഉള്ളം കൈയിലും ദേവുവിന്റെ കൈത്തണ്ടയിലും നിറയെ രക്തം കണ്ടതും തന്റെ പ്രവൃത്തിയിൽ അവന് കുറ്റബോധം തോന്നി. പെട്ടെന്ന് വന്ന ദേഷ്യത്തിൽ ചെയ്തു പോയ തെറ്റ് എങ്ങനെ തിരുത്തണം എന്നറിയാതെ അവൻ പകച്ചു നിന്നു. ഡേവിഡ് അവളെ മുറിവ് പറ്റിയ കൈ പിടിച്ചതും ദേവു ശക്തമായി അവന്റെ കൈ തട്ടിമാറ്റി. ശേഷം അവന് മുന്നിലേക്ക് കയറി നിന്നു. എനിക്ക് അവകാശമുള്ളതും അർഹതപ്പെട്ടതുമായ കാര്യങ്ങൾ വരെ സന്തോഷപൂർവ്വം വേണ്ടെന്ന് വെച്ചവളാണ് ഞാൻ. എന്നിട്ടല്ലേ അർഹതയില്ലാത്തത് ആഗ്രഹിക്കുന്നത്? ഡേവിഡ് സാറിന് എന്നെപ്പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അത് മാറ്റണമെന്ന് ഞാൻ പറയില്ല. കാരണം സാർ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചാലും അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷേ എന്റെ പേര് പറഞ്ഞ് മേരിയമ്മയെ ഇനി വേദനിപ്പിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. ഇനി എന്തിന്റെ പേരിലാണെങ്കിലും ഇനി മേലാൽ എന്റെ ദേഹത്ത് നിങ്ങൾ കൈവെക്കരുത്. അങ്ങനെ ഉണ്ടായാൽ ഇതുപോലെ ആയിരിക്കില്ല എന്റെ പ്രതികരണം. അവന് നേരെ വിരൽ ചൂണ്ടി ഒരു താക്കീത് പോലെ അവൾ പറഞ്ഞതും ആ സമയം അവളുടെ കണ്ണുകളിൽ കണ്ട അഗ്നി അവൻ തിരിച്ചറിഞ്ഞു. അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വേഗം തിരിച്ചു നടന്നു. അവളുടെ മറുപടിയിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു ആ സമയം ഡേവിഡ്. തനിക്കിപ്പോഴും പിടികിട്ടാത്ത അവളിലെ നിഗൂഢതകൾ അവനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. അവളിലെ പെണ്ണിനോട് അവൻ ആ നിമിഷം ബഹുമാനവും തോന്നി. തനിക്ക് മുന്നിൽ തോൽക്കാതെ തല ഉയർത്തി തിരിച്ച് മറുപടി തന്നതിന്, അന്യപുരുഷൻ ദേഹത്ത് കൈവച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ചതിന്, പെണ്ണെന്ന വർഗത്തിനോട് തനിക്ക് വെറുപ്പ് മാത്രം നിൽക്കുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായി അവൾ മാറിയത് അവളെപ്പറ്റി കൂടുതൽ ഓർക്കും തോറും അവന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു. അന്ന് പണി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് ചെന്നിട്ടും ദേവുവിന്റെ മനസ്സ് നിറയെ മേരിയിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങളായിരുന്നു. പ്രാണനെ പോലെ സ്നേഹിച്ചവളിൽ നിന്നും ഏറ്റ ചതി. അത് മാത്രമാണ് ഇന്ന് കാണുന്ന മനസാക്ഷിയില്ലാത്ത ഡേവിഡിന് ജന്മം നൽകിയതെന്ന് അവൾക്ക് മനസ്സിലായി. അവന്റെ ജീവിതത്തിൽ നടന്ന ബാക്കി കാര്യങ്ങൾ അറിയുവാൻ ആഗ്രഹം തോന്നിയെങ്കിലും ഇന്ന് അവൻ പറഞ്ഞ വാക്കുകൾ ഓർക്കവേ അവൾ സ്വയം ശാസിച്ചു. വേണ്ട ദേവു, ആരുമായും കൂടുതൽ അടുപ്പം വേണ്ട. ഡേവിഡ് പറഞ്ഞ പോലെ സ്വന്തം നില മറക്കരുത്. നിന്റെ ശത്രുവിന്റെ നാശം മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം. നിന്റെയും ഡേവിഡിന്റെയും ശത്രു ഒന്നായിരിക്കെ നിന്നിലേക്ക് അവരുടെ ശ്രദ്ധ ഒരിക്കലും തിരിയാതെ ഇരിക്കണം. എങ്കിൽ അവരിൽ നിന്ന് അകന്നു തന്നെ നിൽക്കണം. മനസ്സിൽ പല തീരുമാനങ്ങളും എടുത്തുകൊണ്ട് അവൾ അന്നത്തെ ദിവസം നിദ്രയെ പുൽകി.